മലയാളികൾക്ക് വലിയ അഭിമാനം. അതായത് 1,34,000-ലധികം നേഴ്സുമാർ, 214 രാജ്യങ്ങളും അവിടുത്തെ സമ്പദ് വ്യവസ്ഥകളും. അവരിൽ നിന്ന് ലോകം തെരഞ്ഞെടുത്തത് വെറും 10 പേരെ. ആ 10 ലോകോത്തര ഫൈനലിസ്റ്റുകളിൽ ഒരാൾ. അത് നമ്മുടെ സ്വന്തം മലയാളി നേഴ്സായ ഡോക്ടർ അജിമോൾ പ്രദീപ് BEM. ഇത് അജിമോളുടെ മാത്രം വിജയമല്ല, ലോകത്തിലെമ്പാടുമുള്ള ഓരോ മലയാളി നേഴ്സിന്റെയും അഭിമാനമാണ്. പ്രത്യേകിച്ച് ആയിരക്കണക്കിന് മലയാളി നേഴ്സുമാർ അവരുടെ കുടുംബങ്ങളുടെ കാണപ്പെട്ട ദൈവമെന്നോ അല്ലെങ്കിൽ അവരുടെ കാവൽ മാലാഖയെന്നോ അവർ വിശേഷിപ്പിക്കുന്ന ഡോക്ടർ അജിമോൾ പ്രദീപ് ചെയ്തത് ചെറിയ കാര്യങ്ങളൊന്നുമല്ല. നമുക്കെല്ലാവർക്കും അറിയാം, IELTS എന്ന പരീക്ഷ എത്ര ശ്രമിച്ചിട്ടും വിജയിക്കാനാവാതെ നാട്ടിൽ നേഴ്സ് ആയിരുന്നിട്ടും UK-യിൽ രജിസ്റ്റേർഡ് നേഴ്സ് ആകാൻ സാധിക്കാത്ത ആയിരക്കണക്കിന് മലയാളി നേഴ്സുമാർക്ക് നിയമ പോരാട്ടം നടത്തി IELTS പരീക്ഷ കൂടാതെ തന്നെ അവർക്ക് നേഴ്സായി ജോലി ലഭിക്കാനുള്ള നിയമം ഇംഗ്ലണ്ട് പാർലമെന്റിൽ പാസാക്കിയെടുത്ത ഈ ഡോക്ടർ അജിമോൾ പ്രദീപിന്റെ കഠിനാധ്വാനം എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അങ്ങനെ UK-യിൽ IELTS പരീക്ഷ കൂടാതെ തന്നെ രജിസ്റ്റേർഡ് നേഴ്സ് ആയവരും അവരുടെ കുടുംബവും, ഇനിയും അങ്ങനെ UK-യിൽ നേഴ്സ് ആകാൻ ശ്രമിക്കുന്നവർക്കും അവരുടെ കുടുംബത്തിനും ഡോക്ടർ അജിമോൾ പ്രദീപിന് ഗുരുദക്ഷിണ നൽകാൻ സമയമായി എന്നതാണ് സത്യം. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് UK-യിൽ ഇപ്പോൾ ജോലി ചെയ്ത നേഴ്സുമാർക്ക് മാത്രമല്ല, നാളെ UK-യിൽ നേഴ്സാകാൻ ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ നമ്മൾക്കും നമ്മുടെ മക്കൾക്കും ഇനി വരുന്ന തലമുറയ്ക്കും ഈ അജിമോൾ പ്രദീപിന്റെ പ്രവർത്തനം വലിയൊരു അനുഗ്രഹമായി മാറി എന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നേഴ്സിംഗ് എന്ന പ്രൊഫഷൻ ഇഷ്ടപ്പെടുന്നവർക്കും ഒരു നേഴ്സായി തുടരണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും, അത് മാത്രമല്ല നമ്മൾക്കും നമ്മുടെ മക്കൾക്കും നാളെ ഈ ഫീൽഡിൽ ഒരു വലിയ വഴി തുറന്നിട്ട് തന്ന ഒരു മലയാളി കൂടിയായ അജിമോൾ പ്രദീപിനെ നമ്മൾ മലയാളികൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ലോകത്തിന്റെ നെറുകയിലെത്തിക്കുവാൻ ശ്രമിക്കേണ്ട ഏറ്റവും വലിയൊരു അവസരമാണ്, സമയമാണിത് എന്ന് നമ്മൾ ഓർക്കണം. അതിന് നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ടായി നിന്നേ മതിയാവും. കാരണം സുഹൃത്തുക്കളെ, ഇനി നിർണായകമായിരിക്കുന്നത് ജൂറിയുടെ തീരുമാനം മാത്രമല്ല, അത് നമ്മുടെ ഓരോരുത്തരുടെയും വോട്ടുകളാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥനയോടുകൂടി അജിമോൾ പ്രദീപിന് വോട്ട് ചെയ്തേ മതിയാവും. നമ്മൾ മാത്രമല്ല, നമ്മുടെ സുഹൃത്തുക്കളും, നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകളിലും, അത് ഹോസ്പിറ്റലാകട്ടെ, നമ്മുടെ ആരാധന ആലയങ്ങളാകട്ടെ, നമ്മൾ പ്രവർത്തിക്കുന്ന പല ഗ്രൂപ്പുകളാകട്ടെ, അവിടെയെല്ലാം നമ്മളിത് പറയണം, പ്രചരിപ്പിക്കണം. സ്നേഹത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി അവരുടെ എല്ലാ വോട്ടുകൾ നമ്മൾ അജിമോൾ പ്രദീപിന് വേണ്ടി ശേഖരിക്കണം. കാരണം ഇത് നമ്മൾ മലയാളികളുടെ ആവശ്യമാണ്, നാളെ വളർന്നു വരുന്ന നമ്മുടെ മക്കളുടെ ആവശ്യമാണ്. അതിനായി നമ്മൾ ഒന്നിച്ചേ മതിയാവും. തീർച്ചയായും ഈ വീഡിയോയിൽ ഡോക്ടർ അജിമോൾ പ്രദീപിന് എങ്ങനെയാണ് നിങ്ങൾ വോട്ട് ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ആദ്യ കമന്റിലും ഡോക്ടർ അജിമോൾ പ്രദീപിന് വോട്ട് ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഇട്ടിട്ടുണ്ട്. അതും പോരാഞ്ഞിട്ട് ഈ വീഡിയോയിൽ ബഹുമാനപ്പെട്ട ഡോക്ടർ അജിമോൾ പ്രദീപ് തന്നെ നേരിട്ട് നിങ്ങളോട് സംസാരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ദയവായി നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങൾ അജിമോൾ പ്രദീപ് ആരാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവരെന്താണ് ഈ വലിയ മലയാളി സമൂഹത്തിൽ, പ്രത്യേകിച്ച് നേഴ്സുമാർക്ക് ചെയ്തിരിക്കുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ തീർച്ചയായും ഒരു മലയാളിയായ ഡോക്ടർ അജിമോൾ പ്രദീപിനെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ നിങ്ങൾക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ആർജവം ഉണ്ടാകും എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. സുഹൃത്തുക്കളെ, നഴ്സിംഗ് എന്ന ജോലിയെ കേവലം ഒരു തൊഴിലായി മാത്രം കാണാതെ മനുഷ്യ ജീവൻ രക്ഷിക്കാനുള്ള മഹത്തായ ദൗത്യമാക്കി മാറ്റിയ ഒരാളെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ഡോക്ടർ അജിമോൾ പ്രദീപ് ലണ്ടനിലെ പ്രശസ്തമായ കിങ്സ് കോളേജ് ഹോസ്പിറ്റലിൽ സീനിയർ ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റർ, അതോടൊപ്പം യൂണിവേഴ്സിറ്റി ഓഫ് സാൽഫോർഡിലെ ഹോണററി സീനിയർ ലെക്ചറായും അജിമോൾ പ്രദീപ് പ്രവർത്തിക്കുന്നു. സുഹൃത്തുക്കളെ, നമുക്ക് ഏറ്റവും അഭിമാനം നൽകുന്ന ഒരു കാര്യം, ഏകദേശം 3 പതിറ്റാണ്ടുകളായി നഴ്സിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ശ്രീമതി അജിമോൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നഴ്സിംഗ് അംഗീകാരത്തിൽ ഒന്നായ
ആസ്റ്റർ ഗാർഡിയൻസ് ഗ്ലോബൽ നഴ്സിംഗ് അവാർഡ് 2026 അവസാന 10 ഫൈനലിസ്റ്റുകളിൽ ഒരാളാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ആ കണക്കുകൾ ഒന്നുകൊണ്ടു കേൾക്കണം. അതായത് 1,34,000-ലധികം രജിസ്ട്രേഷനുകൾ. കാരണം അത്രയും പേർ ഈ അവാർഡിനായി അപേക്ഷിച്ചു. അതും ഏതാണ്ട് 214 രാജ്യങ്ങളും അവരുടെ സമ്പദ് വ്യവസ്ഥകളും ഉൾപ്പെടുന്നതാണ്. അവരിൽ നിന്ന് വെറും 10 പേർ, അതായത് വിദഗ്ധരുടെ വിലയിരുത്തലും ഗ്രാൻഡ് ജൂറിയുടെ പരിശോധനയും ഉൾപ്പെടുന്ന കർശനമായ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് ഈ 10 പേരെ അവർ തെരഞ്ഞെടുത്തത്. ഈ പ്രക്രിയയ്ക്ക് സ്വതന്ത്ര മേൽനോട്ടം വഹിക്കുന്നത് ലോക പ്രശസ്ത സ്ഥാപനമായ ഏൺസ്റ്റ് ആൻഡ് യങ് LLP തന്നെയാണ്. ഒരു സാധാരണ നോമിനേഷൻ അല്ല സുഹൃത്തുക്കളെ, അത് ലോകം അംഗീകരിച്ച സേവന ജീവിതത്തിന്റെ ഒരു വലിയ തെളിവാണത്. ഡോക്ടർ അജ്മോളെ ഈ പുരസ്കാരത്തിനായി നോമിനേറ്റ് ചെയ്തത് UK നേഴ്സായ ടിൻസി ബിനുവാണ്. അജ്മോളുടെ പതിറ്റാണ്ടുകളായ നിസ്വാർത്ഥ സേവനം ലോകം അറിയണമെന്ന ആഗ്രഹമാണ് ആ നോമിനേഷന്റെ പിന്നിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഡോക്ടർ അജ്മോളെ ഇത്രയും വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു ആശുപത്രിയിലെ ജോലി സമയം അവസാനിക്കുമ്പോൾ അവരുടെ സേവനം ഒരിക്കലും അവസാനിക്കുന്നില്ല. ആശുപത്രിക്ക് പുറത്തും സമൂഹത്തിനിടയിലും അവരുടെ പ്രവർത്തനം വീണ്ടും തുടരുകയാണ്. ദക്ഷിണേന്ത്യൻ സമൂഹത്തിൽപ്പെട്ട അനേകം രോഗികൾ അഭയം ലഭിക്കാതെ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്നതും ചിലർ കാത്തിരിപ്പിനിടയിൽ തന്നെ മരണപ്പെടുന്നതും അജ്മോൾ നേരിൽ കണ്ടു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അവയവദാനത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ, മതപരവും സാംസ്കാരികപരവുമായ തെറ്റിദ്ധാരണകൾ, ഭയവും അവിശ്വാസവും അനുയോജ്യരായ ദാതാക്കളുടെ വലിയ കുറവ്. ഈ ചോദ്യത്തിനുള്ള മറുപടി അന്വേഷിച്ചാണ് ഡോക്ടർ അജ്മോൾ ദക്ഷിണേന്ത്യൻ സമൂഹത്തിലെ അവയവദാനത്തെക്കുറിച്ച് ഗവേഷണവും PhD-യും പൂർത്തിയാക്കിയത്. എന്നാൽ ആ ഗവേഷണം പുസ്തകത്തിന്റെ പേജുകളിൽ മാത്രം ഉറങ്ങിക്കിടന്നില്ല സുഹൃത്തുക്കളെ. ഡോക്ടർ അജ്മോൾ നേരിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി. പള്ളികളിലേക്കും ക്ഷേത്രങ്ങളിലേക്കും കമ്മ്യൂണിറ്റി ഹാളുകളിലേക്കും അവർ ചെന്നു. മത നേതാക്കളോടും കുടുംബാംഗങ്ങളോടും യുവാക്കളോടും അവർ സംസാരിച്ചു. അവയവദാനം, രക്തദാനം, സ്റ്റെം സെൽ ദാനം എന്നിവയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ അവർ ആത്മാർത്ഥമായി പരിശ്രമിച്ചു. അവരുടെ ബോധവൽക്കരണ പ്രവർത്തനത്തിലൂടെ ആയിരക്കണക്കിന് ആളുകൾ ദാതാക്കളായി ഇപ്പോൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. അവരുടെ സഹസ്ഥാപനമായ ഉപഹാർ എന്ന സന്നദ്ധ സംഘടനയിലൂടെ 10,000-ലധികം സ്റ്റെം സെൽ ദാതാക്കളെ രജിസ്റ്റർ ചെയ്യിക്കാൻ കഴിഞ്ഞതായി ഔദ്യോഗിക അവാർഡ് പ്രൊഫൈൽ വ്യക്തമാക്കുന്നുണ്ട്. ഒരു രജിസ്ട്രേഷൻ എന്നത് ഒരു കണക്ക് മാത്രമാണോ സുഹൃത്തുക്കളെ? ഒരിക്കലുമല്ല. അത് മരണം മുന്നിൽ കണ്ടു നിൽക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന പുതിയൊരു പ്രതീക്ഷയാണ്. ഒരു അമ്മയ്ക്ക് മകനെ തിരികെ കിട്ടുന്ന ഒരു വലിയ അവസരമാണ്. ഒരു കുട്ടിക്ക് സ്വന്തം അച്ഛനെ വീണ്ടും ചേർത്ത് പിടിക്കാനുള്ള ഒരു വലിയ സാധ്യതയാണ്. അതുകൊണ്ടാണ് അവയവദാനത്തെ ജീവന്റെ സമ്മാനം എന്ന് വിളിക്കുന്നത്. ഡോക്ടർ അജ്മോളുടെ പോരാട്ടം അവയവദാനത്തിൽ മാത്രം അവസാനിച്ചിട്ടില്ല. വിദേശത്ത് നിന്ന് മികച്ച നഴ്സിംഗ് യോഗ്യതയുമായി UK എത്തിയിട്ടും പ്രൊഫഷണൽ രജിസ്ട്രേഷൻ ലഭിക്കാത്ത വർഷങ്ങളോളം ഹെൽത്ത് കെയർ അസിസ്റ്റന്റായി ജോലി ചെയ്യേണ്ടി വന്ന ആയിരക്കണക്കിന് നഴ്സുമാർ ഇവിടെ ഉണ്ടായിരുന്നു. അവർക്ക് യോഗ്യതയുണ്ട്, അവർക്ക് അനുഭവങ്ങളുണ്ട്, അവർക്ക് രോഗികളെ സുരക്ഷിതമായി പരിചരിക്കാനുള്ള കഴിവുമുണ്ട്. എന്നിട്ടും അവർക്ക് സ്വന്തം പ്രൊഫഷൻ, ആ സ്ഥാനം അവർക്ക് തിരിച്ചു കിട്ടുന്നില്ല. അവരുടെ വേദന ഡോക്ടർ അജ്മോൾ കേട്ടു. ഡോക്ടർ അജ്മോൾ പ്രദീപ് അവരുടെ വിഷമങ്ങൾ നേരിട്ട് കണ്ടു. കണ്ടിട്ടും കേട്ടിട്ടും എല്ലാവരെ പോലും ചുമ്മാതെ നടന്നു പോയില്ല ഡോക്ടർ അജ്മോൾ പ്രദീപ്. അതിനായി അവർ ശബ്ദമുയർത്തി. നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിലുമായുള്ള നിരന്തര ഇടപെടലുകൾക്കും കൂട്ടായ പ്രവർത്തനങ്ങൾക്കും പിന്നാലെ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ ഫ്രം എംപ്ലോയർ, അതായത് SIFE പാത്വേ നിലവിൽ വന്നു. ഈ നയമാറ്റത്തിലൂടെ UK-യിലുടനീളം 8,000-ലധികം നഴ്സുകൾക്കും മിഡ്വൈഫുകൾക്കും സ്വന്തം പ്രൊഫഷൻ രജിസ്ട്രേഷൻ നേടാൻ സഹായമായി എന്നത് വലിയൊരു വസ്തുതയാണ്. അത് വലിയൊരു അനുഗ്രഹമാണ്. അങ്ങനെയുള്ള നഴ്സുമാരുടെ തെരഞ്ഞെടുക്കൽ ഇപ്പോഴും തുടരുകയാണ്. അതൊരു മഹാത്ഭുതമായി മറ്റു പലർക്കും തോന്നിയേക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇപ്പോൾ തന്നെ 8,000-ലധികം വ്യക്തികളുടെ തൊഴിൽ ജീവിതം, ആ 8,000-ലധികം വ്യക്തികളുടെ കുടുംബാംഗങ്ങൾ, അവരുടെ കുടുംബത്തിന്റെ ഭാവി,
അതോടൊപ്പം ആയിരക്കണക്കിന് രോഗികൾക്ക് ലഭിക്കുന്ന മികച്ച പരിചരണം. അതുകൊണ്ട് തന്നെയാണ് നിരവധി അന്താരാഷ്ട്ര നേഴ്സുകൾ ഡോക്ടർ അജിമോളുടെയും അവരുടെ ശബ്ദത്തെയും വഴികാട്ടിയായി കാണുന്നത്. ഡോക്ടർ അജിമോളുടെ സേവനം ബ്രിട്ടീഷ് ഭരണകൂടം നേരത്തെ അംഗീകരിച്ചിട്ടുണ്ട്. അവയവദാനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് 2018 ബ്രിട്ടീഷ് രാജ്ഞിയുടെ ബ്രിട്ടീഷ് എംപയർ മോഡൽ, അതായത് BM അജിമോൾ പ്രദീപിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ 2015 ബ്രിട്ടീഷ് ജേർണൽ ഓഫ് നേഴ്സിംഗ് ഓഫ് ദി ഇയർ പുരസ്കാരവും അവരെ തേടിയെത്തി. അതുപോലെ തന്നെ ഫ്ലോറൻസ് നൈറ്റിംഗേൽ ഫൗണ്ടേഷൻ ലീഡർഷിപ്പ് സ്കോളർ എന്ന നിലയിലും ഡോക്ടർ അജിമോൾ പ്രദീപ് ആഗോള നേഴ്സിംഗ് നേതൃത്വത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ നേട്ടങ്ങൾക്കിടയിലുമെല്ലാം ഡോക്ടർ അജിമോൾ പറയുന്ന ആഗ്രഹം വളരെ ലളിതമാണ്. ഈ അംഗീകാരം ഡോക്ടർ അജിമോൾ പ്രദീപിന് ലഭിച്ചാൽ അവയവദാനത്തിന്റെ സന്ദേശം ലോകമെങ്ങും, പ്രത്യേകിച്ച് വികസ്വര രാജ്യങ്ങളിലേക്ക് എത്തിക്കണം എന്നാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതുപോലെ തന്നെ കേരളത്തിൽ അവയവങ്ങൾ തകരാറിലായി ചികിത്സയ്ക്കായി കാത്തിരിക്കുന്ന ഒരുപാട് രോഗികൾക്ക് സഹായമാകുന്ന കൂടുതൽ സുതാര്യവും ഏകോപിതമായ ട്രാൻസ്പ്ലാന്റേഷൻ സംവിധാനം വളർത്താൻ പ്രവർത്തിക്കണം എന്നും ഡോക്ടർ അജിമോൾ പ്രദീപ് പൂർണ്ണമായി ആഗ്രഹിക്കുന്നു. അന്താരാഷ്ട്ര നേഴ്സുമാരുടെ ശബ്ദവും അവരുടെ അവകാശങ്ങളുടെ അഭിഭാഷകമായി തുടരണം എന്നുമാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ അജിമോൾ പ്രദീപിന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ചിലത്. സുഹൃത്തുക്കളെ, ഇനി തീരുമാനം നമ്മുടെ കൈകളിലാണ്. ഈ അംഗീകാരത്തിന് തീർച്ചയായും ഡോക്ടർ അജിമോൾ പ്രദീപ് അർഹയാണ്. നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കടന്നു പോകരുത്. പിൻ ചെയ്തിരിക്കുന്ന കമന്റിലോ ഡിസ്ക്രിപ്ഷനിലോ നൽകിയിരിക്കുന്ന ഔദ്യോഗിക ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ബഹുമാനപ്പെട്ട ഡോക്ടർ അജിമോൾ പ്രദീപിനെ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ വോട്ട് ചെയ്തതിനു ശേഷം ഈ വീഡിയോ നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലും നേഴ്സിംഗ് ഗ്രൂപ്പുകളിലും നിങ്ങളുടെ ആശുപത്രി സഹപ്രവർത്തകർക്കിടയിലും നിങ്ങളുടെ ആരാധന ഇടങ്ങളിലും അവരുടെ ഗ്രൂപ്പുകളിലും ഒക്കെ നിങ്ങൾ ഇത് പ്രചരിപ്പിക്കണം. എന്നിട്ട് നിങ്ങൾ നമ്മുടെ അജിമോൾ പ്രദീപിന്റെ കാര്യം അവരോട് പറയണം. അങ്ങനെ നമ്മുടെ മലയാളിയായ ബഹുമാനപ്പെട്ട ഡോക്ടർ അജിമോൾ പ്രദീപിനെ 1,34,000 ആളുകളുടെ മുകളിൽ, അതായത് ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുവാൻ നമ്മുടെ ഒരു ശ്രമം, നമ്മുടെ ഒരു വാക്ക്, നമ്മുടെ ഒരു പ്രാർത്ഥന അതുണ്ടാവണം. ഇനി നിങ്ങൾക്ക് അജിമോൾ പ്രദീപിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. അവർക്ക് നേരിട്ട് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമസ്കാരം, ഞാൻ അജിമോൾ പ്രദീപ്. മാസ്റ്റർ ഗാർഡിയൻ ഗ്ലോബൽ നഴ്സസ് അവാർഡിന്റെ ഒരു ഫൈനലിസ്റ്റ് ആകുവാനുള്ള ഒരനുഗ്രഹം എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഇതിന് ഞാൻ ആദ്യമായി ടിൻസി ബിനു, നമ്മുടെ UK തന്നെയുള്ള ഒരു നഴ്സാണ്. ടിൻസിക്ക് എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. കാരണം ടിൻസിയാണ് എന്നെ ഇതിനായി നോമിനേറ്റ് ചെയ്തത്. ഈ ലോകത്തിലെ 134,000 നഴ്സസിന്റെ നോമിനേഷനാണ് അവർക്ക് ലഭിച്ചിരുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. ഏകദേശം 214 രാജ്യങ്ങളിൽ നിന്നുള്ള നോമിനേഷൻ ചെന്നിരുന്നു. അത്രയും നോമിനേഷനിൽ നിന്ന് അവർ 10 പേരെയാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. 10 പേരുടെ ഫൈനലിസ്റ്റിലെ ലാസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് പബ്ലിക് വോട്ടിംഗ് ആണ്. ആ പബ്ലിക് വോട്ടിംഗ് വഴി അവര് സെപ്റ്റംബർ 12 കൊച്ചിയിൽ വെച്ച് നടക്കുന്ന ആ ഒരു ചടങ്ങിൽ വെച്ചായിരിക്കും ആരാണ് വിന്നർ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ എൻ്റെ ആഗ്രഹം ഇത് ലഭിച്ചാൽ ഓർഗൻ ഡൊണേഷൻ, സ്റ്റെം സെൽ ഡൊണേഷൻ എന്നുള്ള ആ ഒരു മെസ്സേജ് ഗ്ലോബലി, പ്രത്യേകിച്ച് ഡെവലപ്പിംഗ് കൺട്രീസിൽ എത്തിക്കുക എന്നുള്ളതാണ്. കാരണം UK കഴിഞ്ഞ 25 വർഷമായിട്ട് ഈ ഓർഗൻ ഡൊണേഷൻ, ട്രാൻസ്പ്ലാന്റേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുവാനായിട്ട് ദൈവം ഒരവസരം തന്നു. അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കുവാനും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാനും ഉള്ള ഒരു അവസരമായിട്ട് ഞാനിതിനെ കാണുകയാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഉമ്മൻചാണ്ടി സാറ്, പ്രീവിയസ് ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്ന സമയത്ത് 2014 ഞാനൊരു പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തിരുന്നു. ഒരു സെൻട്രലൈസ്ഡ്, ഒരു സ്റ്റേറ്റ് ലെവൽ ഓർഗൻ ഡോണർ ട്രാൻസ്പ്ലാന്റേഷൻ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ച്. അദ്ദേഹം അന്ന് വളരെ താല്പര്യത്തോടെ അത് ശ്രവിക്കുകയും അതിന് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. എങ്കിലും 2015 സാഡ്ലി ഗവൺമെന്റ് ചേഞ്ച് ഓവർ ആയി കഴിഞ്ഞപ്പോൾ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. എൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഈ ഒരു പ്രത്യേകിച്ച് ഈ അവാർഡ് ദാന ചടങ്ങ് നടക്കുന്നത് കൊച്ചിയിലാണ്. അപ്പോൾ
ഇതിനെ ആ ഒരു പ്രപ്പോസല് പുതിയൊരു ഗവൺമെന്റ് വന്നത് പശ്ചാത്തലത്തിൽ ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോയി. കൂടുതൽ ജീവിതങ്ങളെ നമ്മുടെ നാട്ടിലും ഈ ഓർഗൻ ഫെയിലിയർ ആയിട്ട് കഷ്ടപ്പെടുന്നവർ, പ്രത്യേകിച്ച് കിഡ്നി ഫെയിലിയറും ലിവർ ഫെയിലിയറുമായിട്ട് കഷ്ടപ്പെടുന്ന അനേകരുണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പം അവർക്കും ഈ ഒരു അവന്യൂയിൽ കൂടി എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു സെൻട്രലൈസ്ഡ് ഒരു പ്രോഗ്രാം അവർക്ക് അതിനു വേണ്ടിയുള്ള കുറച്ച് ഐഡിയാസും ഇവിടുത്തെ സപ്പോർട്ടോടുകൂടി തന്നെ ഇവിടുത്തെ NHS ബ്ലഡ് ആൻഡ് ട്രാൻസ്പ്ലാന്റ് അതിന് അവർ വില്ലിങ് ആണ്. അപ്പം അങ്ങനെ ഒരു അവസരം ദൈവം ഒരുക്കിയാൽ തീർച്ചയായിട്ടും അതെൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ്. അതുപോലെ ഗ്ലോബലി നമുക്ക് ഇന്റർനാഷണൽ നഴ്സസ് അത് അവർക്ക് വേണ്ടി ഒരു വോയിസ് ആയിട്ട്, അവരുടെ ഒരു അഡ്വക്കേറ്റ് ആയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഈ ഒരു അംഗീകാരത്തിന് ഞാൻ അർഹയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥനയിൽ ഓർക്കുക. താങ്ക് യു. ദയവായി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തേ മതിയാവും. കാരണം ഇത് നമ്മുടെ മലയാളികളുടെ തുടർന്നുള്ള ഭാവിക്കുള്ള ഒരു വഴിയാണ്. നമ്മുടെ കുട്ടികളുടെ ഭാവിയെ മുൻനിർത്തി നമ്മൾ ചെയ്യേണ്ട ഒരു നടപടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ മലയാളിയെ ലോകത്തിന് നെറുകയിലെത്തിക്കാനുള്ള നമ്മുടെ ഒരു ശ്രമമാണ്. തീർച്ചയായും നിങ്ങൾ ലൈക്കുകളും കമന്റുകളും ദയവായി നിങ്ങൾ വീഡിയോയ്ക്ക് സപ്പോർട്ടായി നൽകുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.